ജനങ്ങളുടെ വാക്കുകൾ മാത്രം എടുത്തുകൊണ്ട് എനിക്ക് നീതി എന്ന് തോന്നുന്നത് ഈ സംസാരിച്ചവന്റേതാണ് സമ്പത്തെന്നാണ്. പക്ഷേ എന്റെ മനസ്സിൽ ഒരു സംശയമുണ്ട്. രണ്ടാമത്തെ കക്ഷിക്ക് സംസാരിച്ചു ഫലിപ്പിക്കാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട്, അവന്റെ കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് അവനെതിരായിട്ട് ഞാൻ വിധിക്കേണ്ടി വന്നതാകുമോ അതെനിക്കറിയില്ല. അതുകൊണ്ട് ഈ സമ്പത്ത് നിന്റേതാണെന്ന് വാഗ്മിയായ മനുഷ്യന്റെ പേരിൽ പതിച്ചു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവന്റെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഗൗരവത്തിന്റെ ഒരു വാക്ക് പറഞ്ഞു, മോനെ, നിന്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് നിന്റെ ഭാഗത്താണ് ന്യായമെന്ന് ധരിച്ചുകൊണ്ട് ഈ സമ്പത്ത് ഞാൻ നിന്റെ പേരിൽ എഴുതിത്തരുകയാണ്. ഒരുപക്ഷേ നിന്റെ സംസാരം കൊണ്ട്, നിന്റെ വൈഭവം കൊണ്ട്, നിന്റെ വാഗ്മിത്വത്തിന്റെ ബലത്തിൽ നീ നേടിയെടുക്കുന്ന സമ്പത്തായിരിക്കാം. അതുകൊണ്ട് നാളെ പരലോകത്ത് വരുമ്പോൾ നീ സൂക്ഷിക്കുക, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് പതിച്ചു നൽകിയ ഭൂമിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ സാധ്യമല്ല. നീ അനാവശ്യമായിട്ടാണ് ഈ ഭൂമി എന്റെ മക്കളിൽ നിന്ന് കൊണ്ടുപോകുന്നത്. നീ നിന്റെ വാചാടോപം ഉപയോഗിച്ചുകൊണ്ട് നീളമുള്ള നാവിന്റെ ശക്തി കൊണ്ടാണ് എന്നെ നിന്റെ ഭാഗത്താണ് സത്യമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചതെങ്കിൽ അള്ളാഹുവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നിനക്ക് സാധ്യമല്ല. ഞാനാണ് നിനക്കിത് പതിച്ചു നൽകുന്നതെങ്കിലും നീ കൊണ്ടുപോകുന്നത് വ്യാജമായ രേഖയോടുകൂടെയാണെങ്കിൽ അയൽവാസിയുടെ സമ്പത്ത് കൊണ്ടുപോകുന്നവനെ, അത് എന്റെ ഒരു വിധി പ്രകാരമാണ് കൊണ്ടുപോകുന്നതെങ്കിലും ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് നരകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണെന്ന് നുണ പറയാത്ത നാവുകൊണ്ട് സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദ് മുസ്തഫ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദുർബലമായ നിമിഷത്തിൽ ഇങ്ങനെ ഒരു തെറ്റ് നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടോ സഹോദരങ്ങളെ? അയൽവാസിയുടെ സ്വത്തിന്റെ ഒരു തരിയെങ്ങാനും നമ്മൾ തോണ്ടിയെടുത്തിട്ടുണ്ടോ? അയൽവാസിക്ക് അവകാശപ്പെട്ട ഒരു സ്വത്തിൽ നിന്ന് ഒരു ചില്ലിക്കാശ് നമ്മൾ നമ്മുടെ വാഗ്വൈഭവം കൊണ്ട്, നമ്മുടെ വേറെ ഏതെങ്കിലും സൂത്രം കൊണ്ട്, നമ്മുടെ ഉന്നതങ്ങളിലെ ബന്ധം കൊണ്ട് ഒരു തരി ഭൂമിയെങ്കിലും നമ്മൾ തോണ്ടിയെടുത്തിട്ടുണ്ടോ? ഒരു ചില്ലിക്കാശ് നമ്മൾ പോക്കറ്റിലേക്ക് വെച്ചിട്ടുണ്ടോ? അത് ഇൽമിന്റെ ഈ മജ്‌ലിസിൽ ഇരുന്നുകൊണ്ട് തീരുമാനിക്കണേ, അത് നരകത്തിന്റെ ഒരു ഭാഗമാണ്. അയൽവാസിയുടെ സമ്പത്തിന്റെ ഒരു തരി നമ്മൾ അന്യായമായി സ്വന്തമാക്കിയിട്ടുണ്ടോ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അത് തിരിച്ചു കൊടുക്കുകയല്ലാതെ വേറെ ഒരു തൗബയില്ല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഗൗരവമാണ്. അതുകൊണ്ടാണ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരം കഴിയുന്ന ഉടനെ പ്രവാചകന്റെ ദുആയിൽ പോലും പങ്കെടുക്കാതെ ഓടിപ്പോയത്. സ്വഹാബത്തിന്റെ വല്ലാത്ത സങ്കടമായി. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയാണ്, പ്രഭാത സമയത്തുള്ള ദുആയാണ്. പ്രഭാത സമയത്ത് ദുആ ചെയ്യുമ്പോൾ വലിയ ഉത്തരമാണ്, ബർക്കത്തുള്ള സമയമാണ്, റഹ്മത്തിന്റെ സമയമാണ്. പോരാത്തതിന് അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ പങ്കെടുക്കാതെ ഒരു സ്വഹാബി ഓടിപ്പോകുകയോ എന്തെങ്കിലും വലിയ വിഷമം ഉണ്ടാകണം വെറുതെ ഓടിപ്പോകുന്ന സ്വഹാബിയല്ല. ആളുകൾ ചോദിച്ചു, എന്തിനാണ് അബൂ ദുജാന ഓടിപ്പോകുന്നത്? അബൂ ദുജാന പറഞ്ഞു, എന്റെ മക്കൾ വേണ്ടതുപോലെ തിന്നാൻ കിട്ടാത്ത പാവങ്ങളാണ്, വേണ്ടതുപോലെ അന്നമില്ലാതെ വിഷമിക്കുന്നവരാണ്. ഞാൻ എന്റെ വീട് നിൽക്കുന്നത് എന്റെ അയൽവാസിയുടെ മനോഹരമായ ഈത്തപ്പഴത്തോട്ടത്തിന്റെ തൊട്ടടുത്താണ്. ആ മരങ്ങളിൽ നിന്ന് ഈത്തപ്പഴം താഴെ വീഴുമ്പോൾ എന്റെ വീട്ടുമുറ്റത്തേക്കും വീഴാൻ സാധ്യതയുണ്ട്. ഞാനെങ്ങാനും അതെടുത്തുകൊണ്ട് അയൽവാസിയുടെ പറമ്പിലേക്ക് തന്നെ ഇട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ എന്റെ മക്കൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അവരാ ഈത്തപ്പഴം എടുത്തുകൊണ്ട് കഴിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അയൽവാസിയുടെ സമ്മതമില്ലാതെ അവന്റെ തോട്ടത്തിൽ നിന്ന് വീണ ഈത്തപ്പഴങ്ങളെങ്ങാനും എന്റെ മക്കളെടുത്ത് കഴിച്ചാൽ ആ മക്കളുടെ ഭാവി എന്തായി തീരുമെന്ന് എനിക്ക് ആശങ്കയുണ്ട്. അവരുടെ ഭാവിയെ കുറിച്ച് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് എന്റെ അയൽവാസിയുടെ ഒരു ചെറിയ ഈത്തപ്പഴം പോലും അന്യായമായി എന്റെ മക്കൾ കഴിക്കാതിരിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹിന്റെ ദുആ പോലും ഒഴിവാക്കിയിട്ട് ഞാൻ ഓടിപ്പോകുന്നത് എന്ന് ബോധിച്ചാണ്. എത്ര വലിയ തെറ്റാണ്, എത്ര വലിയ തെറ്റാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിൽ
കർഷകൻ വല്ലാതെ കുസൃതി കാണിക്കുന്നവനാണ്, ബുദ്ധിയുള്ളവനാണ്. കിട്ടുന്ന വെള്ളം മുഴുവനും തന്റെ പാടത്ത് ശേഖരിച്ചു വെക്കാൻ മിടുക്കനാണ്. അയൽവാസിക്ക് ഒരു തുള്ളി വെള്ളം പോലും വിട്ടുകൊടുക്കൂല. ഇവന്റെ വയലിലൂടെ അല്ലാതെ വെള്ളത്തിന് ഒഴുകി വരാൻ വേറെ വഴിയുമില്ല. അയൽവാസിയായ തൊട്ടപ്പുറത്ത് കൃഷി ചെയ്യുന്ന കർഷകനായ ജൂതൻ കോടതിയിൽ വന്നു. ഖലീഫയോട് പറഞ്ഞു സംഭവങ്ങൾ. ഖലീഫയാ വിളിച്ചു, ഗൗരവത്തോടുകൂടെ ഉപദേശം കൊടുത്തു. നിന്റെ വയലിലൂടെ ഇല്ലാതെ നിന്റെ അയൽവാസിയായ ഈ സഹോദരന്റെ വയലിലേക്ക് വെള്ളമെത്തില്ല. അതുകൊണ്ട് നിർബന്ധമായും നിനക്ക് ആവശ്യമുള്ളതെടുത്ത് ബാക്കിയുള്ളത് ഇവന് വിട്ടുകൊടുക്കേണ്ടതാണ്. അയാളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് വർത്താനം പറഞ്ഞു. കാരണം ഇസ്ലാമിന്റെ ഖലീഫ, മുസ്ലിമീങ്ങളുടെ കാര്യം നോക്കേണ്ട ഖലീഫ. നമ്മളൊരു വിഷയം വരുമ്പോ ജൂതന് വേണ്ടി വാദിക്കുകയും അങ്ങനെയുള്ള നമ്മളെ നമ്മളും അന്യമതസ്ഥരും തമ്മിൽ വിഷയം ഉണ്ടായി നമ്മൾ കാദ്യാരടുക്കുകയും കാദ്യാരി നമുക്ക് വേണ്ടി വിധിക്കണമെന്നാണ് ഉപദേശിച്ചപ്പോ അത് അത്രക്കണ്ട് ഇഷ്ടപ്പെട്ടില്ല ഈ സ്വഹാബിക്ക്. ചോദ്യം മാറ്റിക്കൊണ്ടിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നാകുമായിരുന്നില്ല എന്നിങ്ങനെ പുലപ്പിക്കൊണ്ടിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നീതി മനസ്സിലാക്കിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ സ്റ്റെപ്പ് എടുത്തു. അവിടെ ഉപദേശമല്ല, ഗൗരവത്തിലുള്ള ഒരു അലർച്ചയാണ്. എടാ, നിന്റെ വയലിൽ നിന്ന് ജൂതനായ നിന്റെ അയൽവാസിയുടെ വയലിലേക്ക് വെള്ളം ഒഴുകാതിരിക്കാൻ തടസ്സമായി നിൽക്കുന്നത് ചിറയല്ല, നിന്റെ ആ വീർത്തു നിൽക്കുന്ന വയറുണ്ടല്ലോ, ആ വയറാണ് ആ വയലിലേക്ക് വെള്ളം വീണു പോകാതിരിക്കാനുള്ള തടസ്സമായി നിൽക്കുന്നതെങ്കിൽ നിന്റെ ആ വീർത്തു നിൽക്കുന്ന വയറ് ഞാൻ കുത്തിപ്പൊളിച്ചുകൊണ്ട് നിന്റെ അയൽവാസിയുടെ വയലിലേക്ക് ഞാൻ വെള്ളം കൊടുക്കുമെടാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ, നിന്റെ വയലിൽ നിന്ന് താഴോട്ട് വെള്ളം ഒഴുകാതിരിക്കാൻ ഒരു ചിറകെട്ടിയതുപോലെ നിന്റെ വീർത്ത വയറാണ് നീ അവിടെ കൊണ്ടുപോയി വെച്ചതെങ്കിൽ ആ വയറ് കൊത്തിപ്പൊളിച്ചിട്ട് നിന്റെ അയൽവാസിയുടെ വയലിലേക്ക് ഞാൻ വെള്ളം കൊടുക്കും. ഇതാണ് ഇസ്ലാം അയൽവാസിയോട് കാണിക്കുന്ന നീതിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓർത്തുപോകുന്നു നമ്മൾ സ്വഹാബത്തിന്റെ കാലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തെ ഏറ്റവും നല്ല കാലമെന്ന് വിശേഷിപ്പിച്ച സമയം. അന്നൊരു മനുഷ്യന്റെ വീട്ടിലേക്ക് ഒരാൾ 1 കിലോ ആട്ടുമാംസം കൊണ്ടുവന്നു, ഹദിയയായിട്ട് കൊടുത്തതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ 1 കിലോ ആട്ടുമാംസം ഒരാൾ ഹദിയയായിട്ട് കൊണ്ടുകൊടുത്തു. ഇത് കേൾക്കണം നമ്മൾ, വല്ലാത്ത കൗതുകമുള്ള സംഭവമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ മാംസം വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോ ഭാര്യ പറഞ്ഞു, നമുക്കിത് വളരെ ആവശ്യമുള്ള സംഭവമാണ്. പക്ഷേ നമ്മുടെ അയൽപ്പക്കത്തുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവർ നമ്മേക്കാൾ വലിയ പട്ടിണിയിലും പരിവട്ടത്തിലുമാണ്, നമ്മേക്കാൾ വലിയ ആർത്തിയിലും ആഗ്രഹത്തിലുമാണ് മാംസത്തിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമ്മുടെ അയൽവാസികളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാം. ഭാര്യയാണ് പറയുന്നത്. അടുക്കള നന്നായാൽ കുടുംബം നന്നായി, അടുക്കള നന്നായാൽ കുടുംബം നന്നായി, അടുക്കള നന്നായാൽ കുടുംബം നന്നായി. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ആലോചിക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയുകയാണ്, നമുക്ക് ആവശ്യമുള്ള സംഭവമാണ്, പക്ഷേ നമ്മുടെ അയൽപ്പക്കത്ത് താമസിക്കുന്നവർക്ക് ഇതിലേറെ ആവശ്യം കാണും, കൊണ്ടുപോയി കൊടുക്കുകയല്ലയോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നേരെ ആ മാംസം സന്തോഷത്തോടുകൂടെ കയ്യിലെടുത്തു. ഭാര്യയെ കുറിച്ച് ഓർത്തപ്പോൾ അഭിമാനം തോന്നി. ഇത്ര നല്ല ഭാര്യ, സദ്വൃത്തയായ ഭാര്യ, ഔദാര്യ മനോഭാവമുള്ള പെണ്ണ്. എല്ലാം സ്വന്തമാക്കണമെന്നല്ല, എല്ലാം തനിക്കാക്കണമെന്നല്ല, എല്ലാം മറ്റുള്ളവർക്ക് നൽകണമെന്ന് വാശി പിടിക്കുന്ന അത്ഭുതകരമായ ഈമാനിന്റെ ചൈതന്യമുള്ള ഒരു പെണ്ണ്. ആ പെണ്ണിനെ കുറിച്ച് ഓർത്ത് അഭിമാനത്തോടെ അയൽവാസിയുടെ വീട്ടിലേക്ക് മാംസവുമായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നടക്കുകയാണ്. അവരത് വാങ്ങി ഗ്രഹനാഥന മാംസവുമായി അടുക്കളയിലേക്ക് ചെന്നു. ഉത്തമ നൂറ്റാണ്ടിന്റെ സംഭവമാണ്. അവിടെ ഒരാളോ രണ്ടാളോ അല്ല, എല്ലാവരും നല്ലവരാണ്. അടുക്കളയിലേക്ക് ചെന്നപ്പോ ആ അടുക്കളയും നല്ല അടുക്കളയാണ്. അവിടുത്തെ കുടുംബിനി പറയുന്നു, മനുഷ്യ, നമുക്ക് വളരെയേറെ ആവശ്യമുള്ള മാംസം, പക്ഷേ നമ്മുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന വീടിനെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? നിങ്ങളുടെ സമ്മതമുണ്ടെങ്കിൽ ഞാനിത് അവിടെ കൊണ്ടുപോയി കൊടുക്കാം.
അഭിമാനത്തോടുകൂടെ ആ സ്വഹാബിയും ആ മാംസം വാങ്ങിയിട്ട് മൂന്നാമത്തെ വീട്ടിലെത്തിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, KKMയുടെ മജ്‌ലിസിൽ വന്നിരിക്കുന്ന സഹോദരങ്ങളെ കേൾക്കുക. ഇങ്ങനെ ഓരോ വീട്ടിൽ ഈ മാംസം എത്തുമ്പോഴും ഓരോ അടുക്കളയിലും ഇതേ സംസാരം നടക്കുകയാണ്. ഒരു റിവായത്തിൽ പറയുന്നത് 40 വീടുകളിലൂടെ ഇങ്ങനെ കറങ്ങി കറങ്ങി 1 കിലോ മാംസം സഞ്ചരിക്കുകയാണ്. ആരോ കൊണ്ടുവന്നു കൊടുത്ത ഹദിയയാണ്. 40 വീടുകൾ കറങ്ങി കറങ്ങി വന്ന് 40ാമത്തെ വീടിലെത്തുമ്പോൾ അവിടുത്തെ കുടുംബിനിയും പറഞ്ഞു ഇതേ വിഷയം. നമ്മുടെ അയൽപ്പക്കത്ത് താമസിക്കുന്ന സ്വഹാബി നമ്മളെക്കാൾ ആവശ്യമുള്ളവനായിരിക്കില്ലേ, അതുകൊണ്ട് കൊണ്ടുപോയി കൊടുത്തുകൂടെ? 40ാമത്തെ വീട്ടിലെ ഗൃഹനാഥനായ സഹോദരൻ ആ മാംസവുമായി 41ാമത്തെ വീട്ടിലേക്ക് നടക്കുകയാണ്. ആരാണ് ആ 41ാമത്തെ വീട്ടിൽ താമസിക്കുന്നത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഈ മാംസം എവിടെ നിന്നാണോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയത് അവിടെ തന്നെ വന്നു നിൽക്കുകയാണ്. പിന്നെ പറഞ്ഞാൽ കഥ തീരും. പിന്നെ അങ്ങനെ ചിന്തിച്ചാൽ ഈ കഥ തീരും. പണ്ടൊരു രാജാവിനോട് ഒരു രാജാവ് അനുയായികളോട് പറഞ്ഞു, ഞാൻ എല്ലാവരും കൊല്ലാൻ പോവാ, ഒരിക്കലും തീരാത്ത കഥ പറഞ്ഞാലേ കൊല്ലാതിരിക്കൂ. എല്ലാവരും പറഞ്ഞ കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ തീർന്നുപോയി. ഒരാൾ പറഞ്ഞു, ഞാനൊരു കുളം കുഴിച്ചു, തൊട്ടപ്പുറത്ത് വയലുണ്ടായിരുന്നു, അത് നല്ലൊരു രുചിയുള്ള മീനുണ്ടായിരുന്നു, ഈ മീൻ അങ്ങോട്ട് ചാടി, ഇതുപോലെ കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ചാടി, ഇതുപോലെ കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ചാടി, ഇങ്ങോട്ട് ചാടി, അങ്ങോട്ട് ചാടി. രാജാവ് പറഞ്ഞു, നീ അങ്ങനെ ചാടിക്കൊണ്ടിരുന്നോ, നീ തൽക്കാലം കൊല്ലുന്നില്ല. അതുപോലെ വീണ്ടും ഇവരും പറഞ്ഞാൽ ചിന്തിച്ചാൽ എന്തായിരുന്നു അവസ്ഥ? ഉത്തമ നൂറ്റാണ്ടിന്റെ ചിത്രമാണ്. അല്ലാഹു മാതൃകയാക്കാൻ നമ്മളുടെ വരണ്ട ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ പറയും കഥയില്ല, 1 കിലോ മാംസം കൊണ്ട് കളിച്ച കഥയുണ്ട്. പക്ഷെ ഇതാണ് പ്രിയപ്പെട്ടവർ, നമ്മുടെ ഈ വരണ്ട ബുദ്ധി കൊണ്ട് ചുരണ്ടിയെടുക്കാൻ കഴിയാത്ത മഹത്തായ പൊരുളുകൾ ഉൾക്കൊണ്ടുന്ന ഒരു സംഭവമുണ്ട്. ഇതിനെയാണ് ഈമാൻ. ആ ഈമാനാണ് നമ്മുടെ കൽബുകളെ കണ്ണാടി ചില്ല് പോലെ സംശുദ്ധമാക്കി. ആ ഈമാനാണ് നമ്മുടെ കണ്ണുകളെ ദയാഗ്രഹ പോലെ ഒഴുക്കിക്കളയുന്നത്. ആ ഈമാനാണ് നമ്മുടെ ജീവിതത്തെ അക്ഷരാർത്ഥത്തിൽ ഒരു സ്വർഗമാക്കി മാറ്റുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുന്നു. നമ്മുടെ അയൽപ്പക്കത്ത് താമസിക്കുന്നവരോട് കാണിക്കേണ്ട മര്യാദകളാണ് പറഞ്ഞത്. എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ക്ഷമിക്കണം. ഒന്നാമത്തെ ഓപ്ഷൻ ക്ഷമിക്കണമെന്നാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഒരാളെ അല്ലാഹു ഇഷ്ടപ്പെട്ടു പോയാൽ ഒരുപാട് രൂപത്തിൽ അവനെ പരീക്ഷിക്കും. ആ കൂട്ടത്തിലുള്ള വലിയൊരു പരീക്ഷണമാണ് അയൽവാസി മോശക്കാരനാവുക. ഭാര്യ മോശക്കാരിയാവുന്നത് വലിയ പരീക്ഷണമാണ്. മക്കൾ ദുഷിക്കുന്നത് വലിയ പരീക്ഷണമാണ്. ആ കൂട്ടത്തിലെ വലിയൊരു പരീക്ഷണമാണ് അയൽവാസി മോശക്കാരനാവുന്നത്. അത് ക്ഷമിക്കാനുള്ള അത് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പൊരുത്തം ഉണ്ടാകും. ഒരാൾക്ക് മോശപ്പെട്ട ഒരു അയൽവാസിയുണ്ട്, നിരന്തരമായി അയൽവാസിയുടെ ഹോബി എന്നെ ബുദ്ധിമുട്ടാക്കലാണ്. പക്ഷേ ആ അയൽവാസിയുടെ ബുദ്ധിമുട്ടുകൾ മുഴുവനും ഞാൻ ക്ഷമിക്കുന്നവനുമാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ അയൽവാസി അല്ലാഹുവിന്റെ പൊരുത്തമുള്ളവനാണ്. നമ്മുടെ അയൽവാസി നമ്മളെ വല്ലാതെ നോവിച്ചു, നമ്മൾ ക്ഷമിച്ചെങ്കിൽ നമുക്ക് അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടും. പക്ഷെ എല്ലാ സമയത്തും എല്ലാ വിഭാഗം ആളുകൾക്കും ഇതുപോലെ ക്ഷമിക്കാനും സഹിക്കാനും സാധിച്ചു കൊള്ളണം എന്നില്ല. ഈ പറയുന്നത് എനിക്ക് തന്നെ ചിലപ്പോ ഒരു പരിധി വിട്ട ക്ഷമ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ എല്ലാ സമയത്തും ക്ഷമിക്കാനേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചില സമയത്ത് നിങ്ങൾ തന്ത്രം പ്രയോഗിക്കേണ്ടി വരും. ഒരു തന്ത്രം കേൾക്കണേ.